ഹായ് കൂട്ടുകാരെ, എൻ്റെ 1ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ബ്രേവ് കിഡ്സ് സ്റ്റാൻഡേർഡ് 1ലേക്ക് സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, ഇത് വെച്ച് ഒരു പൂ ഉണ്ടാക്കുന്ന വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഇങ്ങനെ പല നിറത്തിലുള്ള ഈ പ്ലാസ്റ്റിക് കവർ എടുത്തു വയ്ക്കുക. ഇത് ഉപയോഗിച്ച് നമുക്ക് മനോഹരമായ പൂക്കൾ നിർമ്മിക്കാം. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതെടുക്കുമ്പോൾ കത്രികയൊക്കെ ഉപയോഗിക്കുമ്പോൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാവേ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, അതിൻ്റെ ഈ ഒരു വശം ഇതുപോലെ വെട്ടിക്കൊടുക്കുക. കൊച്ചു കൂട്ടുകാർ ഒറ്റയ്ക്ക് ചെയ്യരുത്, അച്ഛനമ്മമാരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവൂ. ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ വെട്ടിക്കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ വെട്ടുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഈ ഒരു വശം നമ്മുടെ ഒരു വിരലിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക. കണ്ടില്ലേ, ഇതുപോലെ ആക്കുക. പിന്നെ ആ ഒരു ഭാഗം നമ്മുടെ വിരൽ കവർ ചെയ്ത ആ ഭാഗത്തിന് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടും. അത് അടുത്ത കവറിനുള്ളിലേക്ക് വെച്ച് അതുപോലെ തന്നെ വെച്ച് അതിനെ കവർ ചെയ്ത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് ഉണ്ടോ, ഇതേപോലെ കവർ ചെയ്ത് നോക്കുക, ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ 2 ഇതളുകൾ നമുക്ക് ലഭിച്ചു. ഇനിയും അടുത്ത ഇതളിന് വേണ്ടി അടുത്തതും ഭാഗം ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് വെച്ച് കവർ ചെയ്യുക. കണ്ടോ, ഇതുപോലെ പൊതിയുക. ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കൊച്ചു കൂട്ടുകാർ ചെയ്യുമ്പോൾ മുതിർന്നവരുടെ കൂടെ ഇന്ന് വേണം ചെയ്യാൻ. കേട്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇപ്പം നമ്മുടെ പൂവിൻ്റെ ഇതളുകളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരുപോലെ പിടിച്ച് അത് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക, ഒരുപോലെയാക്കി എടുക്കുക. കണ്ടില്ലേ. അതിനുശേഷം ആ ഇതളിൻ്റെ ഒരു ഭംഗി വരുത്താൻ വേണ്ടി അതിൻ്റെ ഓരോ ലെയറിൽ നമ്മൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെറുതായി ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവരും. ഇനി നമുക്ക് ഈ പൂവിന് സ്റ്റെം വേണമല്ലോ. അതിനുവേണ്ടി ഇതിൻ്റെ ആദ്യത്തെ പെറ്റൽസ് ഉണ്ടല്ലോ, അതിൻ്റെ നടുക്ക് കൂടി ഈ ഈർക്കിലി നമുക്ക് കോർത്തു കൊടുക്കണം. ഇതേപോലെ ഈർക്കിലി നമുക്ക് കോർത്തു കൊടുക്കുക. അതിനുശേഷം ഈ നൂലുപയോഗിച്ച് അത് ഈർക്കിലിയും ഇതളുകളും കൂടി കെട്ടിക്കൊടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഇതളുകളും നൂലും കൂടി ഈർക്കിലിയിൽ കെട്ടിക്കൊടുക്കുക. ഇവിടെ പൂ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി വരുന്ന ഭാഗം, മുകളിൽ വരുന്ന ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഇതളുകളൊക്കെ ഒന്ന് നന്നായിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്യാത്ത ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ഇതിന് ഇല വേണം ഇല്ലേ? ഇലയും കൂടി വെച്ചാൽ ഒരു ഭംഗിയാവും ഈ പൂവിന്. അതിനായിട്ടൊരു പേപ്പർ ഇതുപോലെ മടക്കുക. ചതുരത്തിലുള്ള പേപ്പർ ഇങ്ങനെ 4ആയിട്ട് മടക്കുക. പിന്നെ കണ്ടില്ലേ, ഇതേപോലെ ത്രികോണ ഷേപ്പിൽ മടക്കുക. മടക്കിയിട്ട് അത് ഒരു ഇലയുടെ രൂപത്തിൽ അത് മുറിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ കോണോട് കോണ് ഒരു മുറിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഇലയുടെ രൂപം കിട്ടും. കണ്ടില്ലേ? ഞാനിനിയും ഇത് പൂവിൻ്റെ ഈർക്കിലിയിലേക്ക് കോർക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ പൂവിൻ്റെ ഈർക്കിലിയിലേക്ക് താഴ്ഭാഗത്തൂടെ കോർത്ത് കൊടുത്തു. അതിനുശേഷം വേണ്ട ഈ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഞാനിത് എൻ്റെ സ്റ്റെമ്മിന് ഗ്രീൻ കളർ കിട്ടാൻ, പച്ച നിറം കിട്ടാനായിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സെല്ലോ ടേപ്പ് ഇല്ല എങ്കിൽ, പച്ച നിറത്തിലെ സെല്ലോ ടേപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചും ചെയ്യാം. ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റി എടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മനോഹരമായ പൂക്കൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ഫെവിക്കോൾ ഈ ഇലയുടെ താഴെ ഇങ്ങനെ ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അതങ്ങ് താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഫെവിക്കോൾ ഒട്ടിച്ച് പൂവായിട്ട് യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മനോഹരമായ പൂ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം തന്നെ മറ്റ് കവർ കൊണ്ട് ഞാൻ 2-3 പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇത്? കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മുതിർന്നവരുടെ സഹായത്തോടു കൂടി വേണം ട്രൈ ചെയ്യാൻ. കണ്ടില്ലേ, ഇതുപോലെ ഫ്ലവർ വേസിൽ ഇതിട്ട് വയ്ക്കാം. കൂട്ടുകാർക്ക് ഗിഫ്റ്റ് കൊടുക്കാം, ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.